എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ OTT റിലീസ് ചെയ്യുന്നുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ്, ഡൈസ്, ബാൽഡി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ആര്യൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു സൈക്കോ ക്രൈം ത്രില്ലർ സിനിമയാണ്. തമിഴിൽ നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഈ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ്. മലയാളം ഭാഷയിലും ഇന്ന് തന്നെ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മാസ് ചാത്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ഈ ചിത്രം ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ രാത്രി 12 മണിക്കാണ് OTT റിലീസ്. മലയാളം ഭാഷയിലും ഇന്ന് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാഹുബലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാഹുബലി സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബാഹുബലിയുടെ റിലീസ് OTT റിലീസിന് ഒരുങ്ങുകയാണ്. ബാഹുബലി എപ്പിക് എന്ന റിലീസ് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ബാഹുബലി എപ്പിക് OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എക്കോ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സന്ദീപ് നായകനായ ഏറ്റവും പുതിയ സിനിമയാണ് എക്കോ. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തിയേറ്ററുകളിൽ സിനിമ വിജയിച്ചു. കിഷ്കിണ്ട് കാണത്തിന്റെ ടീമാണ് എക്കോയും OTT റിലീസ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതാ സോണി ലീവാണ് എക്കോ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഡിസംബറിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കാന്ത എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദുൽഖർ സൽമാന്റെ തമിഴ് സിനിമയായിരുന്നു കാന്ത. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഒരു എന്റർടൈൻമെന്റ് മൂവി ആയിരുന്നില്ല കാന്ത. ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സിൽ ഡിസംബർ മാസം 12-നാണ് കാന്ത സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു വിലായത് ബുദ്ധ. നല്ല ഹൈപ്പിൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. സിനിമയ്ക്ക് വേണ്ടത്ര കളക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പൃഥ്വിരാജ് ഷമി തിലകനാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചന്ദനകടത്തിന്റെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ ഇതാ ആമസോൺ പ്രൈമിൽ ഡിസംബർ മാസത്തിലാണ് വിലായത് ബുദ്ധയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തുളസികുമാരി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സണ്ണി സംസ്കാരി തുളസികുമാരി എന്ന സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. വരുൺ ധവാൻ, ജാൻവി കപൂറാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇന്ന് നെറ്റ്ഫ്ലിക്സിലാണ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഇന്നസെന്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു ഇന്നസെന്റ്. അൽത്താഫ് അനാർക്കലി മരക്കാരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ഇന്നസെന്റ്. ഇപ്പോൾ ഇതാ മനോരമ മാക്സിൽ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഡിസംബർ മാസത്തിലാണ് ഇന്നസെന്റ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, മീനാക്ഷി, അബു സലീം തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് നൈറ്റ് റൈഡേഴ്സ് നേടിയെടുത്തത്. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നൈറ്റ് റൈഡേഴ്സ് ഒരു കോമഡി മൂവിയായിരുന്നു. ആമസോൺ പ്രൈമാണ് നൈറ്റ് റൈഡേഴ്സിന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഡിസംബർ മാസത്തിലാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ല അഭിപ്രായമാണ് ബൾട്ടി സിനിമ നേടിയെടുത്തത്. ഷേനികമാണ് സിനിമയിലെ നായകൻ. നല്ലൊരു ആക്ഷൻ മൂവി. ഒരുപാട് പേർക്ക് ബൾട്ടി ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നല്ല കളക്ഷൻ ബൾട്ടി നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ ഒരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമാണ് ബൾട്ടി സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിലാണ് ബൾട്ടി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബസൂക്ക ഇനി OTTയിൽ വരില്ലെന്നാണ് എല്ലാവരും കരുതിയിരിക്കുന്നത്. കാരണം സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. C5 ആണ് OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഡിസംബർ മാസത്തിൽ ക്രിസ്മസിന് OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മമ്മൂട്ടി മികച്ച അഭിനയമാണ് ബസൂക്കയിൽ കാഴ്ചവെച്ചത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ സ്വന്തമാക്കിയത്. അർജുൻ അശോകൻ, അനശ്വര, ബാലു വർഗീസാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടാലും പുണ്യാള സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. മനോരമ മാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഡിസംബർ മാസത്തിൽ ക്രിസ്മസിനാണ് സിനിമ OTTയിൽ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് പെറ്റ് ഡിറ്റക്റ്റീവ് നേടിയെടുത്തത്. ഷറഫുദ്ദീൻ, അനുപം പരമേശ്വരനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. സിനിമ നല്ല കളക്ഷൻ നേടുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സിനിമ C5ലാണ് OTT റിലീസ്. നവംബർ മാസം 28-നാണ് പെറ്റ് ഡിറ്റക്റ്റീവിൻ്റെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് സിനിമ റിലീസാകും. അവസാനത്തെ അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൈസ് സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. 50 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ഡൈസ്. നല്ല അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. നല്ലൊരു ഹൊറർ മൂവി. പ്രണവ് മോഹൻലാൽ മികച്ച അഭിനയമാണ് ഡൈസിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഡൈസ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ഡൈസ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഡിസംബർ മാസത്തിൽ ഡൈസ് സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്.
ഇനിയും ഒരുപാട് സിനിമകൾ വരുന്ന ആഴ്ചയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.